ചോദ്യത്തിൽ ദുആയിൽ ഒരിക്കലും ധൃതി കാണിക്കരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇസ്തജാബു ലിൽ അബ്ദി മാ ലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതിഅത്തി റഹ്മിൻ. കുടുംബ ബന്ധം വിച്ഛേദിക്കുകയോ തിന്മയോ ചോദിക്കാത്ത കാലത്തോളം അല്ലാഹു ഒരു മുഅ്മിനിന് ദുആക്ക് ഇജാബത്ത് നൽകും. മാലം യസ്തഅജിൽ, അവൻ ധൃതി കാണിച്ചിട്ടില്ലെങ്കിൽ. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ മൽ ഇസ്തിജാൽ, എന്താണ് ധൃതി? എങ്ങനെ ഇപ്പോ ദുആയിൽ ധൃതി ഉണ്ടാവുക? നബി തങ്ങൾ പറഞ്ഞു, യഖൂൽ, ഒരു അടിമ പറയും, അത് ദഅഅതു ഞാൻ എത്രയാണ് വരക്കുന്നത്, ഫലം മറ ഇസ്തജീബുലി, എനിക്ക് ഉത്തരവൊന്നും തന്നില്ല, അതുകൊണ്ട് ഞാൻ ഞാൻ ഇനി വരക്കുന്നു, ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് ഞാൻ അല്ലാഹു തരുന്നില്ല എന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചോദിച്ചാൽ അല്ലാഹു തരാതിരിക്കില്ല. അല്ലാഹുവെ കുറിച്ച് നിങ്ങൾ എന്താണോ ഭാവിക്കുന്നത്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ അത് തരുന്നത്? അള്ളാഹിനോട് ഞാൻ ചോദിച്ചിട്ട് കിട്ടൂല എന്നെ കിട്ടൂല. അള്ളാഹിനെ കുറിച്ച് നമ്മുടെ ധാരണ ആദ്യം ശരിയാക്കണം. അള്ളാഹു നമുക്ക് തരും. നമുക്ക് ചോദിക്കാനുള്ളവനല്ലേ അള്ളാഹ്. അള്ളാഹിനോടല്ലാതെ നമുക്ക് ആരോടെ ചോദിക്കാനുള്ളത്? അള്ളാഹു നമുക്ക് തരും. ആ പടച്ച റബ്ബിന്റെ മുന്നിൽ അവന്റെ ദർബാറിലേക്ക് നമ്മൾ ഹരജികൾ സമർപ്പിച്ചാൽ, കേണപേക്ഷിച്ചാൽ, കരഞ്ഞെന്ന് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരും എന്ന ബോധം നമുക്കുണ്ടാവണം. ഇനി ഒരാൾക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടിയില്ലെങ്കിലും അതിനും നേട്ടമുണ്ട്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് അല്ലാഹു തആല നൽകുന്നത്. ഇമ്മാ അൻ യുഅജ്ജില ലഹു ദഅവതഹ, ഒന്നുകിൽ അവൻ ചോദിച്ചാൽ ഉടനടി അല്ലാഹു തആല അവന് നടപ്പിലാക്കി കൊടുക്കും. അതിന്റെ റിസൾട്ട് കിട്ടും, ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ലഭിക്കും. വ ഇമ്മാ അൻ യുഅഖിറഹ ലഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് അതെടുത്തു. അപ്പൊ ദുനിയാവിൽ അല്ലാഹു കൊടുക്കൂല, ആഖിറത്തിലേക്ക് അല്ലാഹു അതിലും വലിയ സന്തോഷം നൽകാൻ, വലിയ പദവി നൽകാൻ അല്ലാഹു തആല തയ്യാറായിട്ടുണ്ട്. നമ്മളെ ആദരിക്കാൻ, അവിടെ നമുക്ക് കിട്ടാൻ വേണ്ടി അല്ലാഹു തആല ഇവിടെ നൽകാതെ അല്ലാഹു നമുക്ക് സബർ നൽകാൻ വേണ്ടി അല്ലാഹു ആഖിറത്തിലേക്ക് എടുത്തു. ഇനി മൂന്നാമത്, വഹിമാ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹ, ഒന്നുകിൽ അവന് വരുന്ന ബലാകൾ, മുസീബത്തുകൾ, രോഗങ്ങൾ, ഇതൊക്കെ തട്ടി മാറ്റിക്കളയും. നമ്മൾ ചോദിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അതിനേക്കാൾ വലുത് നമുക്ക് വരാനുണ്ടായിട്ടുണ്ടാവും. അതൊക്കെ അല്ലാഹു തആല തട്ടി മാറ്റിക്കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ 3 വലിയ കാര്യങ്ങൾ മറ്റു ഹദീസിൽ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു. അപ്പൊ ഈ പ്രധാനമായ 3 നേട്ടങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ആരും ദുആ ചെയ്ത് നിരാശരാവരുത്. എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. നാളെ ആഖിറത്തിൽ എത്തുമ്പോഴായിരിക്കും നമ്മളെ സന്തോഷിക്കുക, അവിടുന്ന് കിട്ടാത്തത് നന്നായി, ഇവിടുന്ന് ഇതാ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്ന്. അപ്പൊ ആ ഒരു മനോഭാവം നമുക്ക് വേണം. ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പടച്ച റബ്ബ് നമ്മളെ കൈവിടൂല എന്ന ഒരു മനസ്സ് എപ്പോഴും നമുക്ക് വേണം. അല്ലാഹു ആ മനസ്സ് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ.